അമ്മേ, 1ാം ക്ലാസ് കഴിഞ്ഞ എനിക്കും കളക്ടർ ആവാൻ പറ്റുമോ? എന്റെ പൊട്ടി മാമാട്ടി, നല്ല മാർക്കോടെ ഒരുപാട് പഠിച്ചു വിജയിച്ചാലേ അതൊക്കെ ആവാൻ പറ്റൂ. ഞാനും പഠിക്കാത്തപോലെ. വേണം, പഠിക്കണം. അതിന് സമയമാവുമ്പോ എല്ലാം അമ്മ തന്നെ ചെയ്തു തരും. ആരാ അമ്മേ? എന്താ അമ്മ ഫോൺ എടുക്കാത്തെ? ഡോക്ടർ അങ്കിൾ അമ്മള്. ആണോ? എടുക്കമ്മേ, ഡോക്ടർ അങ്കിളിന് സങ്കടാവും. ഹലോ. ഹായ് സാന്ദ്ര. ഹായ്. എന്താ നമ്മുടെയൊക്കെ ഫോൺ എടുക്കാനൊരു മടി? ഒന്നുമില്ല, കുറച്ച് എമർജൻസി ഫയൽസ് ഉണ്ടായിരുന്നു, അതൊന്ന് സ്റ്റഡി ചെയ്യായിരുന്നു. ആ ഓക്കെ. ആ പിന്നെ നയനയ്ക്കൊരു ആഗ്രഹം. എന്താണാവോ? ദേവുവിനെ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ സാന്ദ്രയെ തന്നെ ആലോചിച്ചാലോ എന്ന്. നോക്ക് സഞ്ജയ്, നമുക്ക് ആ ടോപ്പിക്ക് വിടാം. സഞ്ജയ് തീരുമാനിച്ചതല്ലല്ലോ നമ്മൾ തമ്മിലുള്ള വിവാഹം വേണ്ടെന്ന്. ഞാനല്ലേ തീരുമാനിച്ചത്. ആ തീരുമാനത്തിന് ഇനി എന്തായാലും ഒരു മാറ്റം പ്രതീക്ഷിക്കണ്ട. എന്റെ സബ് കളക്ടറെ, ഞാൻ ആ കാര്യം തമാശയായിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ആ ഞാൻ വിളിച്ചതേ അതിനൊന്നുമല്ല. എനിക്ക് മാമാട്ടിയോടൊന്ന് സംസാരിക്കണം, അതിനു വേണ്ടിട്ട് വിളിച്ചതാ. ഞാൻ കൊടുക്കാം. ഹായ് ഡോക്ടർ അങ്കിൾ. ഹലോ. ഹായ് ഡിയർ. സുഖാണോ മാമാട്ടിക്ക്? ഇപ്പൊ സുഖം, പക്ഷെ അസുഖം വരാൻ പ്രാർത്ഥിക്കുക. അതെന്താ കാര്യം? അസുഖം വന്നാ അമ്മ എന്നെ ഡോക്ടർ അങ്കിളിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ എനിക്ക് ഡോക്ടർ അങ്കിളിനെയും അങ്കിളിന് അമ്മയും കാണാമല്ലോ. മാഡം, നേരെ എത്രയെന്ന വിചാരം? ഉറങ്ങാതിരുന്ന ഡോക്ടർ വഴക്കു പറയും. അഥവാ ഉറക്കം വരാഞ്ഞിട്ടാണെങ്കിൽ ഈ ലൈറ്റെങ്കിലും അണയ്ക്കേ. ചോദിക്കാൻ ഞാൻ ആരുമല്ല, എങ്കിലും ചോദിക്കുക. ഇന്ന് ആ കുട്ടി എന്തിനാ മകളാണെന്നും പറഞ്ഞ് എടുത്തുയർത്താൻ നോക്കിയത്? സൂപ്രണ്ടും ഡോക്ടറും ഒക്കെ ചോദിച്ച ചോദ്യം താൻ വീണ്ടും ആവർത്തിക്കുന്നു. അവർക്ക് ഞാൻ ഉത്തരം കൊടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ എത്ര പേരോട് വിശദീകരിക്കണം? ആ കുട്ടിയും ആ മാഡവും നന്നായി പേടിച്ചു. കത്തിയോ തോക്കോ എടുത്ത് ആക്രമിക്കൊന്നുമല്ലല്ലോ ഞാൻ ചെയ്തത്. എന്റെ മോളാണെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. അതിന് അവരെന്തിനാ പേടിക്കുന്നത്? സത്യത്തിൽ മാഡം പറഞ്ഞതില് വല്ല വാസ്തവമുണ്ടോ? തനിക്ക് ആ കുട്ടി ഇഷ്ടമായോ? അതിപ്പോ കുട്ടികളോട് ഇഷ്ടക്കേട് തോന്നേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ കുട്ടികളുടെയും കാര്യമല്ല. സബ് കളക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന ആ മോളുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. മാഡം ഇക്കാര്യത്തിൽ കാണിക്കുന്ന അതേ ആവേശത്തോടെ ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ നേരത്ത് ആ കുട്ടിയെ തന്നെ ഓർത്ത് ഉറങ്ങാതിരിക്കാനും മാത്രം എന്താ മാഡം ആ കുട്ടിയും തമ്മിൽ? തനിക്കിപ്പോ എന്റെ വായിന്ന് കേൾക്കേണ്ട ഉത്തരം
ഞാനത് എന്റെ മകളാണെന്ന് പറയണം, അതല്ലേ? ശരി, പറയാം. 1000 വട്ടം തന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം പറയാം. അവൾ എന്റെ മകളാണ്. എന്റെ മകൾ, എന്റെ മകൾ. അമ്മേ, അമ്മയ്ക്ക് മടുത്തെങ്കിൽ മാമാട്ടി സഹായിക്കാം. ഞാൻ ഇടാം ഉപ്പ്. അമ്മയുടെ പണി തെറിപ്പിക്കാനാണോ എന്റെ മോളുടെ ഉദ്ദേശം? ജോലി പോയാൽ നല്ലതല്ലേ? നമുക്ക് കഞ്ഞിയും കറിയും വെച്ച് വീട്ടിലിരിക്കാലോ. കഞ്ഞിയും കറിയും വെക്കണമെങ്കിലേ കാശ് വേണം. ജോലി പോയാ പിന്നെ എവിടുന്നാ കാശ്? ഓ, അങ്ങനെയാണോ പറഞ്ഞത്? മാമാട്ടി അങ്ങ് തിരിച്ചെടുത്തു. ആ, നയനയോ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. കളക്ടറേറ്റിൽ വല്ല ആവശ്യമുണ്ടോ? ഉണ്ട്. സബ് കളക്ടർ സാന്ദ്ര മേനോനുമായി ഒന്ന് സംസാരിക്കാൻ വന്നതാ. നയന ആന്റി നമ്മളെ മൈൻഡ് ചെയ്തില്ലല്ലോ. ഓ, സോറി മോളെ. മാമാട്ടിക്ക് സുഖമാണോ? എന്താ നയന പ്രത്യേകിച്ച്? മാഡത്തിന് നല്ല തിരക്കാണെന്നറിയാം. അതുകൊണ്ട് വളച്ചിട്ടില്ലാതെ കാര്യം പറയാം. പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഏട്ടനുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ഒന്നുകൂടി. നോ, നമുക്ക് ആ ടോപ്പിക്ക് വിടാം നയന. സഞ്ജയ് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എന്റെ സാഹചര്യം അതിനനുവദിക്കുന്നില്ല. ഒരിക്കൽ അവസാനിപ്പിച്ചത് തുടങ്ങാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. 100% വേണ്ടാന്ന് തന്നെയാണോ തീരുമാനം? അതെ, അതിലിനി ഒരു അത്ഭുതവും സംഭവിക്കില്ല. നയനയ്ക്ക് ടീയോ കോഫി? നോ, നോ താങ്ക്സ്. നയന ആന്റി എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരൂ. അതിനെന്താ? അന്ന് കഴിഞ്ഞില്ല, ഇന്ന് തീർച്ചയായിട്ടും ആന്റി വാങ്ങിത്തരും. അമ്മേ, മാമാട്ടി പോയിട്ട് വരാം. വേണ്ട മോളെ, ചുറ്റും ശത്രുക്കളും. നയന, അറിയാലോ കാര്യങ്ങള്. എനിക്ക് ഭയമാണ്. നോ പ്രോബ്ലം, ഞാൻ സൂക്ഷിച്ചോളാം. ശരി, സഞ്ജയുടെ സഹോദരിയെ എനിക്ക് വിശ്വാസം. സഞ്ജയ്ക്കും എന്റെ മാമാട്ടിയെ വലിയ ഇഷ്ടമാണല്ലോ. അമ്മയ്ക്ക് ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരണോ? വേണ്ട വേണ്ട, അധികം കഴിച്ച് അസുഖമൊന്നും വരുത്തരുത് കേട്ടോ. വാ. എടി സാന്ദ്രേ, നീ എന്താ കരുതിയത്? എന്റെ ആങ്ങളയ്ക്ക് വേണ്ടി നിന്റെ കാല് പിടിച്ച് യാചിക്കാൻ വന്നതാണെന്നോ? മാമാട്ടി, ഒരു മിനിറ്റ്. ആൻറ്റി ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഹലോ, ഹലോ.
ഹലോ, ദേവു കുട്ടിയെ കൊണ്ടുപോയി. കൊണ്ടുപോയോ? താങ്ക് യു. മാഡം, മാമാട്ടി എവിടെ? മാമാട്ടി എവിടെ? മാമാട്ടി എവിടെയെന്ന് ചോദിച്ചത് കേട്ടില്ലേ? എന്റെ മാമാട്ടി എവിടെയെന്ന്? എന്നെ വണ്ടി ഇടിച്ച് വീഴ്ത്തിയിട്ട് ആ സ്ത്രീ മാമാട്ടിയെ കൊണ്ടുപോയി. ബാലു, വണ്ടി എടുക്ക വേഗം. മാഡം, ഹലോ സാന്ദ്ര. മോളെ ആരെ തട്ടിക്കൊണ്ടുപോയി. വാട്ട്? എന്തിനാണ് വിളിച്ചു കൂവുന്നത്? എവിടെ നയന? കാണിച്ചെന്നറിയോ? എന്റെ മോളെ തൊട്ടുപോകരുത്. എന്നെ വിടാൻ നിന്നോടാ പറഞ്ഞത്. തൊട്ടുപോകരുതെന്ന്. എന്താ സഞ്ജയ് ഇത്? നിന്നോടാ പറഞ്ഞത്. അച്ഛനെ വിട്. കുഞ്ഞിനെ ഒന്നും ചെയ്തു പോകരുത്. വിടാനാ പറഞ്ഞത്. എന്താണ് നീ കാണിക്കുന്നത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തോ സംഭവിച്ചെന്ന് ചോദിച്ചു നോക്ക് പുന്നാര മോളോട്. ഇവള് നിന്റെ കാര്യം സംസാരിക്കാൻ പോയതാ, അതിനിടയില് അബദ്ധത്തിൽ സംഭവിച്ചതാ ഇത്. അബദ്ധം? ആ മാമാട്ടിയെ സാന്ദ്രയ്ക്ക് ജീവന. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച സാന്ദ്ര പിന്നെ ജീവിച്ചിരിക്കില്ല. കോഴിക്കുഞ്ഞുങ്ങളെ കഴുകൻ റാഞ്ചാൻ നടക്കുന്നത് പോലെ ശത്രുക്കളാ മാമാട്ടിക്ക് ചുറ്റും. ശത്രുക്കളാണ് ചുറ്റുമെങ്കിൽ അവളിങ്ങനെ കറങ്ങി നടക്കല്ല വേണ്ടത്. അവിടെ തെറ്റിന് നീ ഇവളെ എന്തിനാ ശിക്ഷിക്കുന്നത്? മകളെ ഞാനൊന്ന് ശിക്ഷിച്ചപ്പോ അച്ഛന് നൊന്തു. അപ്പൊ ആ കുട്ടിയെ നഷ്ടപ്പെടുമ്പോ അതിന്റെ അമ്മയുടെ വേദന എന്തായിരിക്കും? അതിന് കാരണക്കാരി ഇവളല്ലേ? ഞങ്ങൾ തമ്മിൽ എല്ലാം തുറന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാ. വീണ്ടും ആ വിഷയം കുത്തിപ്പൊക്കിയെടുക്കേണ്ട പല ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല, നീ എന്തിനാ സാന്ദ്രയുടെ കാര്യത്തിൽ ഇത്ര അമിത വികാരം കൊള്ളുന്നത്? അവൾക്ക് സബ് കളക്ടർ എന്ന നിലയ്ക്ക് ബന്ധങ്ങളുണ്ട്. അതുപയോഗിച്ച് പോലീസിനെ കൊണ്ട് അന്വേഷണം നടത്തി ആ കുട്ടിയെ അവര് കണ്ടെത്തിക്കൊള്ളും.
അത് മാമാട്ടി എനിക്കും കൂടി പ്രിയപ്പെട്ടതാ. ആ കുട്ടിക്ക് ഇങ്ങനൊരു ആപത്ത് സംഭവിക്കാൻ എന്റെ സഹോദരി കൂടി കാരണക്കാരിയായല്ലോ എന്ന് ഓർത്തിട്ടാ എന്റെ ദുഃഖം. കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞതിന്റെ പക തീർക്കാൻ ഞാൻ ഇവളെ കൊണ്ട് മനഃപൂർവ്വം ആ കുട്ടിയെ പുറത്തെത്തിച്ച് ശത്രുക്കൾക്ക് എറിഞ്ഞു കൊടുത്തതാണെന്ന് വരെ നാട്ടുകാർ പറയും. നിനക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? മോളെ 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 എന്തിനാ എന്നെ പിടിച്ചോണ്ട് പോന്നേ? മീൻകാരിയോ? നീ എല്ലാം മറന്നുപോയോ? നീ ഞങ്ങളുടെ കുഞ്ഞാറ്റമോളാ. കുഞ്ഞാറ്റ മോളോ? അതാരാ? എന്റെ പേര് മാമാട്ടിന്നാ. അല്ല, മാമാട്ടിയല്ല, കുഞ്ഞാറ്റ. അതാണ് മോളുടെ പേര്. അല്ല, ഞാൻ മാമാട്ടിയാ. ഇത്ര പെട്ടെന്ന് പേരും മുമ്പുണ്ടായ കാര്യങ്ങളൊക്കെ എങ്ങനെയാ മോള് മറന്നത്? മുമ്പ് എന്തുണ്ടായെന്നാ? ഇപ്പൊ മനസ്സിലായി. കുഞ്ഞാറ്റയ്ക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. പേര് പോലും മറന്നുപോയിരിക്കുന്നു. ആ കളക്ടറാണോ മോക്ക് മാമാട്ടി എന്ന പേരിട്ടത്? മോളെ വിളിക്കുന്നത് കുഞ്ഞാറ്റെന്നാ, മാമാട്ടി എന്നല്ല. അല്ല, ഞാൻ മാമാട്ടിയാ. എനിക്കെന്റെ കളക്ടറമ്മയെ കാണണം. മോളെ, നിന്റെ അമ്മ കളക്ടറമ്മയല്ല. നിന്നെ പ്രസവിച്ച അമ്മയെ ഞങ്ങൾക്കറിയാം. നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ട്. നുണയാ. എനിക്കൊന്നും കേക്കണ്ട. എനിക്കെന്റെ കളക്ടറമ്മയെ കണ്ടാ മതി. എല്ലാം മറന്നുപോയിരിക്കുന്നു നീ. ഇവിടുന്ന് പോയതിനു ശേഷം എന്താ മോളെ നിനക്ക് സംഭവിച്ചത്? ഇത്ര വേഗം ഞങ്ങളെയൊക്കെ മറന്നോ? നിന്റെ പേര് പോലും മറന്നുപോകാൻ എന്താ കാരണം? എനിക്കൊന്നും കേക്കണ്ട. എന്തിനാ തട്ടിക്കൊണ്ട് പോന്നേ? മോൾ ഇവിടുന്ന് പോയതിനു ശേഷം ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? നിന്നോട് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. നിന്നെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ തല പോവും. ആരെ തിരിച്ചേൽപ്പിക്കുന്ന കാര്യം നിങ്ങളെ പറയുന്നേ? കുഞ്ഞാറ്റ മോൾക്ക് ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു കഥയുണ്ട്. മോൾ ആരാണെന്നും മോളുടെ കഥ എന്താണെന്നും അധികം വൈകാതെ എല്ലാരും അറിയും. മോള് പറഞ്ഞ കളക്ടറമ്മ വരെ. ഒരേ സമയം ഒരുപാട് പേര് മോളെ തിരഞ്ഞു നടക്കുന്നുണ്ട്. ആരാ അവരൊക്കെ? അതൊന്നും ഇപ്പൊ പറയാറായിട്ടില്ല. അന്വേഷിച്ച് നടക്കുന്നവരിൽ കുഞ്ഞാറ്റമോളെ സ്നേഹിക്കുന്നവരും ഉണ്ട്. അതിലും കൂടുതൽ കുഞ്ഞാറ്റമോളെ ഇല്ലാതാക്കാൻ നടക്കുന്നവരാ. അയ്യോ, എന്നെ കൊല്ലോ? അവരുടെ കണ്ണു വെട്ടിച്ച നിന്നെ ഞങ്ങൾ വളർത്തിയത്. എന്താ പറഞ്ഞത്? ഒരാള് വരും ഒരു ദിവസം നിന്നെ കൊണ്ടുപോകാൻ. ഒരു പോറല് പോലും കൂടാതെ കുഞ്ഞാറ്റ മോളെ ഞങ്ങൾക്ക് ആ വരുന്നയാളുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം. എനിക്കൊന്നും കേക്കണ്ട. ഞാൻ മാമാട്ടിയാ. എനിക്ക് എന്റെ കളക്ടറമ്മ കാണണം. നിങ്ങൾ എന്നെ കൊണ്ടുവിടുന്നുണ്ടോ? ഏയ്